വിഷ് ചെയ്തോ ബർത്ത്ഡേ? വിഷ് ഫോട്ടോ കാണാം, ടാഗ് ചെയ്യാം. ഫോളോ ചെയ്യുന്നുണ്ട്. എന്താ അക്കൗണ്ടിന്റെ പേര്, യൂസർ നെയിം? അപ്പൊ ക്രിസ്ത്യാനിയാണ് അല്ലേ? ആണോ? കൂടി രക്ഷപ്പെടാൻ ജനല് തുറന്ന് നോക്കിയപ്പോ ആ ബിൽഡിങ്ങിൽ ആ ഒരൊറ്റ ജനല് മാത്രം. അങ്ങനെയാണ് അയാൾ പൂളിലേക്ക് എടുത്ത് ചാടുന്നത്. എന്നിട്ട് ആ പൂളിൽ നിന്ന് എഴുന്നേറ്റ് കോണി വഴി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. മൂന്നാം നില. അതിനുശേഷം എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായി. പോലീസും പോലീസ് സ്റ്റേഷനും അതിന്റെ അവരുടെ പെരുമാറ്റങ്ങളും ഒരുപക്ഷെ അത് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എക്സൈസിന്റെ കാര്യമില്ല കേട്ടോ പറയുന്നത്, പോലീസിന്റെ കാര്യമാണ്. ഹൈറാർക്കി ഇല്ലാതെ കീഴാർക്കി ഉണ്ടാവില്ലല്ലോ. കീഴാർക്കി എന്താണെന്നറിയോ? കറ്റാർവാഴ ഉണ്ടാവുന്ന സ്ഥലത്തിനാണ് കീഴാർക്കി എന്ന് പറയാ. കേട്ടിട്ടുണ്ടാ? ഈ ബാലയ്യനായിട്ട് ഡാഡി, തെലുങ്ക് അറിയാത്ത ഡാഡി, മലയാളം അറിയാത്ത ബാലയ്യൻ, ഞാൻ നോക്കുമ്പോ 1 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുക. ലോകത്തന്നെ ആദ്യമായിട്ടായിരിക്കും. എങ്ങനെ പോകുന്നു നിന്റെ കള്ളക്കടത്തൊക്കെ? എന്നാലും നീ എന്നെ ജയിലിൽ കാണാൻ വന്നില്ലല്ലോ, ഒരു അന്വേഷണം വേണ്ട. അന്ന് ഞാൻ ഇടുക്കിയിലായിരുന്നു, കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടക്കുകയായിരുന്നു അവിടെ. ഇത്രയും കൂളായിട്ട് പ്രേമനസീറോ അല്ല, ഞാനിവിടെ മണ്ടത്തരം പറയണോ? അല്ലേ? ആണോ? ഒരു ക്ലൂ തരാമോ? മോൾ ഡോക്ടർ തന്നെയാവുള്ളൂ അല്ലേ? അല്ല, മോൾ MBBS അല്ലേ പഠിക്കുന്നത്, അപ്പൊ ഡോക്ടറേ ആവുള്ളൂ. അല്ലെങ്കിൽ മോൾ ഡോക്ടർ ആവുള്ളൂ. ഡോക്ടർ അല്ല, ഞാന് അതേന്ന്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ജൂൺ 13 റിലീസ് ചെയ്യാൻ പോകുന്ന ദ പ്രൊട്ടക്ടർ എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് വി ഹാവ് ഷൈൻ ടോം ചാക്കോ, സുധീർ കർമ്മന, ഡയറക്ടർ GM മനു ആൻഡ് ദ പ്രൊഡ്യൂസർ റോബിൻസ് മാത്യു. ഹലോ സർ. ഹലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്ലീശ ചോദ്യം തന്നെയാണ്, എന്താണ് സിനിമ, എന്തിനെ പറ്റിയിട്ടാണ് സിനിമ? ഹൊറർ ത്രില്ലർ ആണോ? സിനിമ ഒരു കഥയെ പറ്റിയിട്ടാണ്. ഓക്കെ, ആ കഥ എന്ത് ജോണറാണ് ചേട്ടാ? ജൂൺ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജോണർ എന്ന് മനസ്സിലായില്ലേ? ഇല്ല. 13 ഏതാ നമ്പർ എന്ന് അറിയില്ലേ? ഡെവിളാണോ ഗോസ്റ്റ് ആണോ? ഡെവിളാണോ ഗോസ്റ്റ്? എനിവേ ഇറ്റ്സ് സംതിങ് നെഗറ്റീവ്. ഏതായാലും നെഗറ്റീവ് അല്ലേ കുറച്ചു കാലമായിട്ട് ഓടണം നന്നായിട്ട്. എന്നാ പിന്നെ നെഗറ്റീവ് തന്നെ ആവാൻ വിചാരിച്ചു. നമ്പറും അല്ലേ, അതിനല്ലേ മാർക്കറ്റ് കൂടുതല്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഉത്തരം, അത് കാരണം എനിക്ക് ഇങ്ങനെ ചിരിക്കാനേ പെട്ടെന്ന് പറ്റുള്ളൂ. അല്ല, ജോണർ എന്താണെന്ന് ചോദിച്ചാൽ 13 ആണ്, ഈവിൾ നമ്പർ ആണ്, അപ്പൊ ഒരു ഈവിൾ സ്റ്റോറിയാണ്. ഈവിളിനേക്കാൾ കൂടുതൽ 13 അൺലക്കിയും അങ്ങനത്തെ 13 റൂം ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവി ഉണ്ട്. ഒരു ആരെങ്കിലും കണ്ടിട്ടുണ്ട് അത്? 13 നമ്പറിൽ കയറിയ ആള്, ഹൊറർ പടം. ലാസ്റ്റ് അയാള് പ്രേതബാധയൊക്കെ കൂടി രക്ഷപ്പെടാൻ ജനല് തുറന്ന് നോക്കിയപ്പോ ആ ബിൽഡിങ്ങിൽ ആ ഒരൊറ്റ ജനല് മാത്രം. അങ്ങനെയാണ് അയാൾ പൂളിലേക്ക് എടുത്ത് ചാടുന്നത്. എന്നിട്ട് ആ പൂളിൽ നിന്ന് എഴുന്നേറ്റ് കോണി വഴി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. മൂന്നാം നില. അടിപൊളി. സർ, ഞാൻ ഡയറക്ടർ സാറിനോടും പ്രൊഡ്യൂസർ സാറിനോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? ഹൊറർ ജോണറിലാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി വിത്ത് ഫാമിലി കാണാൻ പറ്റുന്ന ഒരു ലെവലിലേക്കുള്ളത്. ഓൾറെഡി അത് തീരെ ഒരു ചെറിയ കുട്ടികൾക്ക് പോലെ ഇരുന്ന് നമ്മുടെ കൂടെ ഇരുന്ന് കരഞ്ഞ് പറ്റുള്ളൂ. കാരണം കുട്ടികള് പേടിച്ച് നിലവിളിക്കുമ്പോ പാരന്റ്സ് ഉണ്ടാവേണ്ട അടുത്ത്. അല്ലെങ്കിൽ അവർ ജനല് വഴി എടുത്ത് ചാടുകയോ പൂളിൽ വീഴാൻ ചാൻസ് ഉണ്ടാവുകയോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയോ പിന്നീട് ഉണ്ടാവുന്ന കഥകളൊക്കെ ക്ലീശയാവാം. ശരിയാണ്. പിന്നെ ആ ജോണറിൽ ആണെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ ഒരു ഓൾ കൈൻഡ് ഓഫ് പീപ്പിളിന് കാണാവുന്ന ഫിൽത്തി ലാംഗ്വേജ് പിന്നെ മ്യൂട്ട് ചെയ്യേണ്ട ഏരിയാസ് ഒന്നും നമ്മുടെ പടത്തിലില്ല. ഓൾറെഡി ബിഗിനിങ് ടു ദി എൻഡ് എല്ലാവർക്കും താല്പര്യം തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കണം. ഷൈൻ ചേട്ടന് ഇതിന്റെ റോൾ എന്താണ്? പോലീസാണോ? അല്ല അപ്പൊ ആ പോലീസാണ്. പെട്ടെന്ന് ഞാൻ പോലീസാണോ ചോദിച്ചപ്പോ ഞാൻ എന്താണ് പോലീസ് പിടിക്കുന്ന പോലീസ് പിടിക്കുന്ന ഭാഗമാണ് സാധാരണ.
ഇപ്പൊ ഇതിലെ റോള് ഇതില് CI ആണ് മെയിൻ ആയിട്ടും. ഈ അടുത്ത് കുറച്ചായിട്ട് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള എനിക്ക് കിട്ടുന്ന ആക്ച്വലി എനിക്ക് 2015 ജനുവരി 31 നോക്കൊക്കെ എൻ കേസ് ഉണ്ടാവണം. അതിനുശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അല്ലേ? അതിനുശേഷം ചെയ്തിട്ടുള്ളൂ. അത് ചിലപ്പോ ലക്കായി മാറിയെന്നാണ് പറയുന്നത്. ഏതാണ്? അതല്ല പേടി. എനിക്ക് ഈ ഡാഡി പറഞ്ഞ പോലത്തെ ഓലപ്പാമ്പിനെ എനിക്ക് പേടിയാണ്. എനിക്ക് ഓലപ്പാമ്പാണെങ്കിലും പേടിയാണ്, പത്തലിപ്പാമ്പാണെങ്കിലും പേടിയാണ്. ഇപ്പം പോലീസിന് ഷൈനെ പേടി. അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. ഇത് നമ്മുടെ കേരള ആയതുകൊണ്ടും പ്രൊഡ്യൂസറിൽ അതിന്റെ ഒരു ഡയലോഗ് ഇല്ല ഇന്നസെന്റിന്റെ. ആദ്യം ഏതായാലും റബ്ബർ കച്ചവടമായിരുന്നു. റബ്ബറിന് മാർക്കറ്റ് വന്നപ്പോൾ ഞാൻ സാഹിത്യത്തിലേക്ക് കടന്നു. പിന്നെ ഇത് ഇന്ത്യ ആയതുകൊണ്ടും എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശ് ആയതുകൊണ്ടും ഞാൻ സാഗർ കോട്ടപ്പുറത്ത് എന്തായാലും എന്ത് വില കൊടുത്ത് പുറത്തിറക്കും എന്ന് പറഞ്ഞ ഡയലോഗ് കേട്ടിട്ടുണ്ടോ? ഏതാ പടം എന്നറിയോ? നമുക്ക് ചോദിച്ചു പോവാം. ഏതാ പടം? ഇനി അയാൾ കഥ എഴുതുകയാണ്. അല്ല അതിലത്തെ ചോദ്യം വരുമല്ലോ, എനിക്ക് തിരിച്ചത് ചോദ്യം വരില്ലല്ലോ. ലാലേട്ടൻ ചോദിച്ച പോലെ ഇതൊക്കെ ചോദ്യങ്ങളായിരുന്നു. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഇതൊന്ന് വിടുവോ? ഇന്നാണ് ബർത്ത്ഡേ. അയ്യോ, അപ്പൊ ഞാൻ മാത്രമേ കൂട്ടത്തിൽ സോറി ഷൈൻ ചേട്ടാ. എന്റെ അടുത്തല്ല, ലാലേട്ടന്റെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണെന്നറിയോ? ബർത്ത്ഡേ അറിയാത്തതിന് എന്റെ അടുത്ത് സോറി പറയണ ഞാനേ ഞാൻ റിലേറ്റ് ചെയ്തെടുക്കാം. ലാലേട്ടന്റെ ബർത്ത്ഡേ എന്നറിയാം. ഞാൻ വലിയൊരു ലാലേട്ടൻ ഫാനാണ്. ഞാൻ ബർത്ത്ഡേ ആണെന്ന് അറിയുന്ന ചോദിച്ചപ്പോ ഞാൻ ചേട്ടന്റെ ബർത്ത്ഡേ അങ്ങനെ വിചാരിച്ചപ്പോ എനിക്കൊരു ഊഹം പോലും കിട്ടിയില്ലല്ലോ. എന്റെ ബർത്ത്ഡേ ആക്ച്വലി ഈ മാസത്തിലൊരു ബർത്ത്ഡേ ഉണ്ട്, പിന്നെ സെപ്റ്റംബറിലും ആണല്ലേ? അപ്പൊ നമുക്ക് ആഘോഷിക്കാം എന്തായാലും. കാരണം ആ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയാ, 2 ബർത്ത്ഡേ ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് സ്കൂളിൽ ചേർക്കും. അത് ഏത് കാലഘട്ടം? അത് ഇപ്പൊ നമ്മുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ. അത് 80കളിലെ കാലഘട്ടത്തിലാ. 2 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ? 2 ഡേറ്റ് ഓഫ് ബർത്ത് തുറക്കുന്നതിന് മുമ്പുള്ള അങ്ങനെയല്ലല്ലോ ലാലേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അല്ലല്ല, ഞാൻ ലാലേട്ടൻ ഫാനല്ലേ. ഞാൻ ലാലേട്ടൻ ഫാനാണല്ലോ. അപ്പൊ എനിക്ക് 21 മെയ്. അല്ല, ഞാൻ ചോദിക്കാൻ വന്നതല്ലായിരുന്നു. ഞാൻ അതല്ല, ഞാൻ ചോദിക്കാൻ വന്നേ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പൊ ചെയ്ത്. അതിനുശേഷം എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായി പോലീസും പോലീസ് സ്റ്റേഷനും അവരുടെ പെരുമാറ്റങ്ങളും. ഒരുപക്ഷെ അത് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. എക്സൈസിന്റെ കാര്യമില്ല കേട്ടോ പറയണത്, പോലീസിന്റെ കാര്യം. അല്ല, ഈ ഓരോ സിനിമയിലും പോലീസ് ആകുമ്പോ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കൊണ്ടുവരണം എന്നൊക്കെ ചില ആക്ടേഴ്സ് പറയുമല്ലോ. മാനറിസംസ് ആണെങ്കിലും അത് സ്റ്റേഷനുകൾ മാറാറുണ്ട്. സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്ന റൂമുകൾ, പിന്നെ കോസ്റ്റ്യൂമിന്റെ കളർ തന്നെ മാറാറുണ്ട്. ഒരു സ്റ്റേഷനിൽ കാക്കിയിൽ തന്നെ പല കളറുകളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ? മറ്റേ ഈ കന്നഡ ആൾക്കാരുടെ ഒക്കെ വേറെയാ, നമ്മുടെ ഇവിടുത്തെ വേറെ ചേഞ്ച് ഒക്കെ ഉണ്ട്. സൈമാരിൽ തന്നെ പല ക്വാളിറ്റിയിലുള്ള വ്യത്യാസമുണ്ട്, കളറിലുള്ള. അത് എന്താണ് ക്വാളിറ്റിയിലുള്ള വ്യത്യാസമാണ് അത്. ഇപ്പൊ താഴ്ന്ന ഇപ്പൊ കോൺസ്റ്റബിൾസ് ഒന്നും പറയാൻ പറ്റില്ല. സിവിൽ അവര് എന്തായാലും IPS ക്വാളിറ്റിയിലുള്ള ഡ്രസ് ഇടാറില്ലല്ലോ. അത് ഹൈറാർക്കി കുറച്ച് കൂടുതലുള്ളതാ. അതിനേക്കാട്ടും ഹൈറാർക്കിയുള്ള സ്ഥലമാണ് നമ്മുടെ സ്ഥലം. ഇതല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മൂവീസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഹൈറാർക്കി ഇല്ലാതെ കീഴാർക്കി ഉണ്ടാവില്ലല്ലോ. കീഴാർക്കി എന്താണെന്നറിയോ? കറ്റാർവാഴ ഉണ്ടാവുന്ന സ്ഥലത്തിനാണ് കീഴാർക്കി എന്ന് പറയാ. കേട്ടിട്ടുണ്ടാ? ഞാൻ പറഞ്ഞു വന്നപ്പോ ഇതൊക്കെ കേട്ടത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസാരം നന്നാവുമ്പോ സംസാരം നിർത്തണം എന്നാ പറയാ. അല്ല, സ്വരം നന്നാവുമ്പോ സംസാരം നിർത്തണം. എന്റെ സ്വരം നന്നായില്ല പണ്ടത്തേക്കാളും. സ്വരം നന്നായി ആകെ മൊത്തത്തിൽ ഒരു. അപ്പൊ പിന്നെ ഞാൻ നിർത്തല്ല നല്ലത്. ഇനി ഞാന് അപ്പൊ നിങ്ങളോട് രണ്ടുപേരോട് കൂടി ആയിട്ടാ ചോദിക്കുന്നത്. ഈ ഇടയ്ക്ക് തുടരും മൂവി റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇടയ്ക്ക് പറ്റും ബിനു പപ്പച്ചേട്ടൻ പറയുന്നത് കേട്ടു. ഞങ്ങൾ മൂവി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പ്രകാശ് വർമ്മ സാറിനോട്,
CI ജോർജ് ആയിട്ട് അഭിനയിച്ച ആളോട് പറയുണ്ടായിരുന്നു, നമുക്ക് ആ വഴി പോകണ്ട കേട്ടോ, അതിലെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, നാട്ടുകാര് സീൻ അറിയില്ല. ഏത് വഴിയാന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ ഉള്ളിൽ പറയുന്നുണ്ടെന്ന്, അതായത് ഈ വില്ലൻ ക്യാരക്ടർ ചെയ്ത ആൾക്കാരെ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ചിലപ്പോൾ പ്രായമായവർ കയർത്ത് സംസാരിക്കും അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ശരിക്കും പേഴ്സണലി അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? കയറെടുത്ത് സംസാരിക്കുന്ന പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അല്ലേ ചോദിച്ചു. മലയാള സിനിമയിൽ ഞാൻ മനസ്സിലാക്കുന്ന പ്രേക്ഷകർ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാ കാര്യത്തിലും. അത് കാരണം ഒരു വില്ലനെ കണ്ടിട്ട് ചിരിക്കുന്ന പ്രേക്ഷകർ അങ്ങനെയല്ല കാണുന്നത്, അടിക്കാനും അല്ല നോക്കുന്നത്. വില്ലൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഓഡിയൻസ്, അല്ലാതെ വില്ലനെ കണ്ട് അടിക്കുന്ന ഓഡിയൻസ് ഒന്നും കേരളത്തിലില്ല. അത് തമിഴ്നാട്ടിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇഷ്ക് കഴിഞ്ഞിട്ട് ലൈറ്റ് പടം തീർന്നിട്ട് ലൈറ്റ് കൊണ്ട് വന്നപ്പോ അടുത്തിരിക്കുന്ന ചേച്ചി നന്നായിരുന്നു പെട്ടെന്ന് ഒരു റെസ്പോണ്ട് ചെയ്താലും അവസാനത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഗുഡ്. ആ പടത്തില് എനിക്ക് തോന്നുന്നു ഷെയ്ൻ അണ്ടർപ്ലേ ചെയ്യേണ്ട പടമാണ്, മനസ്സിലായി ഷെയ്ൻ്റെ ക്യാരക്ടർ. എന്നിട്ട് എന്റെ ക്യാരക്ടർ ഭയങ്കര നെഗറ്റീവ്, അതിനേക്കാളും നെഗറ്റീവ് ആണ് ലാസ്റ്റ് പുള്ളി ആവണം. അതുകൊണ്ടാണ് ആ പെൺകുട്ടി അങ്ങനെ പറയണത്. പക്ഷെ നെഗറ്റീവ് ക്യാരക്ടറിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. അതിനുശേഷം ഫലിപ്പിക്കാനല്ല, നെഗറ്റീവ് ക്യാരക്ടറാണ് അഭിനയിക്കാൻ ഏറ്റവും എളുപ്പം സംഗതി. കാരണം ഇപ്പൊ നല്ല ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പൊ എന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ, അടങ്ങി ഒതുങ്ങി നന്നായി നടക്കണം. മോശം ക്യാരക്ടർ ആണെങ്കിൽ കുറച്ച് ചാട്ടവും ഓട്ടവും അല്ലേ, വെള്ളത്തിൽ മുങ്ങലും പൊങ്ങലും, കുറച്ച് തികത്തിക്കലും പൊട്ടിക്കലും പിടിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ പെർഫോം ചെയ്യാനുണ്ടല്ലോ, എക്സ്ട്രാ ചെയ്യാം ഒരു മോശം ക്യാരക്ടറാണ്. കാരണം ജീവിതത്തിൽ ആർക്കും മോശമായിട്ട് പെരുമാറാൻ പറ്റില്ലല്ലോ, സത്യസന്ധമായിട്ട് ഒരാളുടെ അടുത്ത് നന്നായിട്ട് പെരുമാറണ്ടേ. അപ്പൊ ഉള്ളിൽ ഭയങ്കര മോശത്തരുണ്ടെങ്കിലും അവർ നന്നായിട്ട് പെരുമാറും, മനസ്സിലായ. അപ്പോ എപ്പോഴും ഒരു നെഗറ്റീവ് ക്യാരക്ടറിനാണ് കുറച്ച് ഓവർ പ്ലേ ചെയ്യാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അച്ഛൻ കുഞ്ഞ് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് അല്ലേ ചെയ്തിരുന്നത്. പിന്നെ ചേട്ടന്റെ അച്ഛൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത് കോമഡി നെഗറ്റീവ് നാടോടി പട്ടണ പ്രവേശത്തില് അവര് തമ്മിലുള്ള സംഭാഷണം ചോദിച്ചിട്ടുണ്ടാക്കും. ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും എങ്ങനെ പോകുന്നു നിന്റെ കള്ളക്കടത്തൊക്കെ. എന്നാലും നീ എന്നെ ജയിലിൽ കാണാൻ വന്നില്ലല്ലോ, ഒരു അന്വേഷണം വേണ്ട. അന്ന് ഞാൻ ഇടുക്കിയിലായിരുന്നു, കഞ്ചാവ് തോട്ടത്തിന്റെ പണി നടക്കുകയായിരുന്നു അവിടെ. ഇത്രയും കൂളായിട്ട് അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ രണ്ടുപേര്. ആര്? തിലകൻ സാറും അച്ഛനും. പക്ഷെ അവരുടെ സംഭാഷണം അവരാണ് ഏറ്റവും നന്നായിട്ട് ഹ്യൂമർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹ്യൂമർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നെഗറ്റീവ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് ഈ പറഞ്ഞേക്കാളും. സാറിനോട് പ്രൊഡ്യൂസേഴ്സിനല്ല, സാറിന് ഈ ഒരു സ്റ്റോറി വന്നു കഴിഞ്ഞപ്പോ ഓക്കെ ഞാനിത് ചെയ്യാന്ന് തീരുമാനിക്കാൻ ഒരു ക്യാരക്ടറാണോ? ക്യാരക്ടറല്ല, സിനിമ സ്റ്റോറി. ഞാൻ അങ്ങനെ ഒരു ഹൊറർ ജോണറിലുള്ള പടം എടുക്കാൻ വേണ്ടി ഒന്നും അല്ല തുടങ്ങിയത്. അപ്പം അഭിനയിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത്? അഭിനയിക്കാൻ വേണ്ടിയല്ല, പാട്ടെഴുതാൻ വന്നേ. അഭിനയിക്കാൻ വന്ന കഥ കേട്ടിട്ടുണ്ട്, പാട്ട് എഴുതാൻ വന്നിട്ട് പടം എടുക്കണ്ടോ? എന്റെ സംവിധായകനൊക്കെ നിർബന്ധിച്ചിട്ടാണ് അഭിനയിച്ചത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ജോണൽ നിർബന്ധിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഏർപ്പാടാക്കിയായിരുന്നു, അഭിനയിച്ചു എന്ന് ജോണറിലേക്ക് വന്ന് പറയാം. അപ്പം ഞാൻ തുടക്കത്തിൽ ഇപ്പം ഇതിങ്ങനെ ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ എടുക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല. പക്ഷെ അതിന് മുമ്പ് ഈ ഒരു ഫാമിലി ആയിരുന്നു. ഞാൻ ആദ്യം തന്നെ പറയാം, എല്ലാവർക്കും നമുക്ക് കുടുംബം അടച്ച് കുടുംബസമേതം നമ്മൾ പണ്ടൊക്കെ പോയിട്ടുണ്ട്, നമ്മൾ കാരണന്മാരുടെ കൂടെയൊക്കെ നമ്മൾ പോയിരുന്ന് തിയേറ്ററിൽ പോയിട്ട് പടങ്ങൾ കണ്ട ഒരു ഓർമ്മയുണ്ട്. അപ്പം പടം അതുപോലുള്ളൊരു എല്ലാവരും കൂടെ പോയി കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ വേണം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഷൈൻ പറഞ്ഞതുപോലെ നമുക്ക് രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടും മതക്കാരുമായിട്ടും ഒന്നും ഗുസ്തി പിടിക്കണം, നമുക്ക് ആകപ്പാട് ഗുസ്തി പിടിക്കേണ്ട പ്രേതങ്ങളുമായിട്ടുള്ളൂ. അപ്പൊ അതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ്. ഒരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, ഷൈനൊന്നും ഒറ്റയ്ക്ക് ഒരു റൂമിൽ പോകലായിരുന്നു. ഞാൻ ആദ്യം മുതലേ അങ്ങനെ, എനിക്ക് ഒന്നിനും വിശ്വാസമില്ല, പക്ഷെ പേടിയുണ്ട്. ചെറുപ്പം ഇരുട്ടത്ത് കിടക്കില്ല, റൂമിൽ ഫുൾ ലൈറ്റ് ഇട്ടിട്ട് പിന്നെ TV വോളിയത്തിലൊക്കെ വെച്ചിട്ട് ഞാൻ കിടക്കുള്ളൂ.
ഇത്രയും കാലം കിടക്കാതിരുന്നതും അതുകൊണ്ടാ. ഇപ്പോഴാണ് അതിനെങ്കിലും ഈ പറ്റും. പടം ഷൂട്ടിംഗ് കഴിഞ്ഞോട് കൂടി പേടി കൂടി അല്ലേ? പേടി കൂടി. അല്ല, എനിക്ക് അഭിനയിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടാ പ്രേതപടത്തില്. കാരണം ഇത്രയും ആൾക്കാരുണ്ടല്ലോ, 100-150 പേരുണ്ടല്ലോ. പ്രേതപടം കാണാൻ ഇപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മീൻസ് കാണാൻ വിട്ടുപോയ, അല്ലെങ്കിൽ എനിക്ക് ചെറുപ്പത്തിൽ കണ്ട് പേടി തോന്നി അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? എനിക്ക് മണിച്ചിത്രത്താഴാണ് ഇപ്പോഴും കാണുമ്പോ പേടിയുള്ള പ്രേതപടം. കാരണം അതില് VFX ഇല്ല, ഒന്നാമത്തത്. പിന്നെ പ്രേതത്തിനെ കാണിക്കുന്നില്ല, മനസ്സിലായ? ബാക്കിയുള്ളവർക്കൊക്കെ ഈ VFX ചെയ്ത് പ്രേതത്തിനെ, ഈ പ്രേതം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയാനകത ഉണ്ടാക്കുന്നത് ഈ കാണാതിരിക്കുമ്പോഴാ. കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അല്ലേ? കാണുന്നത് വരെയാണ്. കണ്ടിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. മണിച്ചിത്രത്താഴൊക്കെ കണ്ടിട്ടുണ്ട് പ്രേതത്തിനെ. അതെ, അറിയില്ല. അത് അറിയാത്തത് തന്നെയാണ് നമുക്ക് പേടി. അറിഞ്ഞു കഴിഞ്ഞാൽ ഞാന് ചില റൂമുകളിൽ ചെന്ന് കയറുമ്പോ എനിക്ക് ആ ഫീൽ ഉണ്ട്. ഏത് വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പൊ ആരെങ്കിലും ആത്മഹത്യ ചെയ്ത റൂം പേടി തോന്നിയാ അതെല്ലാവർക്കും അതിന് പറയാറില്ല. ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഓടിപ്പോയി ചുമരുമലായിരിക്കും. ചുമന്റെ ബാക്കിൽ ഇല്ലല്ലോ, ബാക്കിന്ന് എപ്പോഴും ഈ പേടി വരിക. എന്നിട്ട് ഞാൻ അങ്ങനെ മെല്ലെ 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 ചുമരമി കൂടെ കഴിഞ്ഞ് ഡോർന്ന് പുറത്ത് കിടക്കും. എന്നിട്ട് ഒറ്റോട്ടാ അങ്ങനെ ഏതെങ്കിലും ജനല് കണ്ട അതറിയാലോ. പിന്നെ അറിയില്ലേ? മനസ്സിലായോ? ചാടൂന്നാണോ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. കാര്യം എനിക്ക് കത്തി, നന്നായിട്ട് കത്തി. പേടിയുണ്ടോ എന്തിന്? പ്രേതന? ഞാൻ പ്രേത സിനിമ കാണാറില്ല. സോറി, അങ്ങനെയല്ല, ഞാനിത് കാണും. ഇത് കാണണം. അതെ, ഈ പ്രേത സിനിമയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഹോളിവുഡ് പ്രേതപ്പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇത് അങ്ങനത്തെ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളെ പോലത്തെ പിള്ളേർക്കും കൂടെ കാണാൻ വേണ്ടിട്ടാ ഞങ്ങള്. വീണ്ടും ലിസ എന്ന് പറഞ്ഞൊരു പടം പണ്ടത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. മീൻസ് എന്റെ ഓർമ്മയിൽ ആകാശഗംഗയും അല്ലെ അങ്ങനത്തെ ഒക്കെ മൂവീസ് ആണ് കേട്ടോ. സോറി. റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ പടം, റെസ്റ്റ് ഹൗസ് ഉണ്ട്, പഴയ സിനിമകള്. ഞാനൊക്കെ എനിക്ക് മുമ്പ് ഭാർഗവി നിലയം മുതല് പ്രേം നസീറിന്റെ അല്ലേ ഭാർഗവി നിലയം? ഭാർഗവി നിലയം പ്രേം നസീർ അല്ലേ? പ്രേമ നസീറോ അല്ല, ഞാനിവിടെ മണ്ടത്തരം പറയണോ? അല്ലേ? ആണോ? ഒരു ക്ലൂ തരാമോ? മധു പഴയ സിനിമയല്ലേ? അതാണ് ഇപ്പൊ വീണ്ടും ടൊവിനൊക്കെ അഭിനയിച്ചത്, ഓർമ്മയില്ലേ? ഭാർഗവി നിലയാ? അയ്യോ, നിങ്ങൾ എന്നോട് സത്യം പറയാൻ. അതാണ് നീല വിളിച്ചൊന്നും അല്ല, എന്താണ് നീല വിളിച്ചൊന്നുകൊണ്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായില്. അതില് കൊട്ടാരക്കര ശ്രീധരൻ ഇല്ലേ? സായികുമാറിന്റെ അച്ഛൻ. ആ ക്യാരക്ടർ ഞാൻ ചെയ്തത്. അതിലാരായിരുന്നു? കണ്ടോ? മധു അല്ലേ എഴുത്ത് സാഹിത്യകാരനായിട്ട് വരുന്നത്? ഇതിൽ ടൊവിനോ സാഹിത്യകാരനായിട്ട് വരും. പക്ഷെ അന്നത്തെ കാലത്തെ ഏറ്റവും ടെക്നിക്കലി ബ്രില്യൻ ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യയില് വന്നതാണ്. അതായത് ചെമ്മീനാണ് എപ്പോഴും നമ്മള് കൊട്ടിഘോഷിക്കാറുള്ളത്. പക്ഷെ കമൽ സാറ് പറയണത് ഭാർഗവി നിലയായിരുന്നു ആ സമയത്ത് കിടിലൻ പടം. ടെക്നിക്കലി ഭാർഗവി നിലയാണ് ചെമ്മീനേക്കാൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അത് ചെയ്യാൻ പാട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തുകൊണ്ട് ചെയ്യാൻ പാടെന്ന് അറിയോ? നമ്മുടെ ഡ്രസ് എല്ലാം കളറല്ലേ, അപ്പൊ അതെങ്ങനെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കും? അക്കാലത്താണ് മധുമതി. എനിക്കിന്ന് അറിവ് മൊത്തത്തിൽ പകർന്നു തന്നിട്ട് അതുകൊണ്ടല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ചെയ്യാൻ കുറച്ച് പാടാ. കളർ പടം ചെയ്യാനേക്കാൾ അത് ആർക്കാ പറഞ്ഞു കൊടുക്കാൻ പറയാ? അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ വേണം, കളേഴ്സ് യൂസ് ചെയ്യണം, മനസ്സിലായി? അല്ലാതെ വെറുതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സ്വിച്ച് വയ്ക്കാവില്ല. എനിക്കങ്ങനെയാട്ടോ തോന്നല്ലേ? ആ സമയത്ത് ഈ മധുമതി ഒരു സിനിമ വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മധുമതി ദിലീപ് കുമാറിന്റെ. ഹിന്ദിയിലാണ്. ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ? കാണാറുണ്ട്. ഹിന്ദി പെൺകുട്ടികളെ സംബന്ധിച്ച് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അല്ലേ? പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, പറയാനും പറ്റും. ഇത് പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എവിടെയോ കേട്ടാണ് ഈ ഇടയ്ക്ക് കൊറേ മീൻസ് അതർ ലാംഗ്വേജ് സിനിമകൾ അഭിനയിച്ചല്ലോ. അതർ ലാംഗ്വേജിലും ഉണ്ടായിരുന്നു. അല്ലല്ല, ഞാൻ ഷൈൻ ചേട്ടന്റെ കാര്യം ചോദിക്കുന്നത് പർട്ടിക്കുലർലി. അപ്പൊ ഷൈൻ ചേട്ടൻ പല സിനിമയിലും അഭിനയിച്ചപ്പോ പറയുന്നുണ്ടായി, അതായത് ഞാൻ ഒരാളുടെ അടുത്ത് കേട്ടതാണ്, അവിടെ പോയി ഷൈൻ ഒരു ലക്കി ചാമാണ് അവർക്ക് സിനിമ. ഇതാണ് ആണോ?
അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയൂ. ലക്കി ചാമാണ് അതിന് ദസേര പോയിട്ട് അതവിടെ വില്ലൻ ബെസ്റ്റ് വില്ലൻ അതിനല്ലേ കിട്ടിയത് ദസേര. അതെ, ഞാൻ പറഞ്ഞില്ലേ നാട്ടിലെ ഏറ്റവും നല്ല വില്ലത്തരങ്ങൾക്കുള്ള അവാർഡാണ് എനിക്ക് ആദ്യമേ കിട്ടിയത് ദസറ. അത് എവിടെയാ കിട്ടിയെന്നറിയോ? അങ്ങ് അബുദാബിയിൽ, ഇന്ത്യയിൽ പോലും വെച്ചിട്ടല്ല തന്നെ. അബുദാബി എവിടെയാന്ന് അറിയില്ല. അബുദാബി എനിക്ക് അറിയാം, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ദേവരയില് വില്ലനാക്കാൻ പറ്റില്ല. അതെന്താന്നറിയോ? എന്തുകൊണ്ടാ? വേറെ വില്ലനുണ്ട്. അപ്പം എന്നൊരു ക്യാരക്ടർ ആക്കി. ഗുഡ് ബാഡ് അഗ്ലിയിലോ? ഗുഡ് ബാഡ് അഗ്ലിയിൽ എവിടെ ഞാൻ വില്ലൻ? വില്ലനല്ല ലാസ്റ്റ് ഷൈൻ ചേട്ടന്റെ ഒരു ഞാനല്ലേ അജിത്തിന്റെ മൊത്തം ചരിത്രം പറയണേ. എന്തായാലും നമ്മളൊരു കേൾവി പിന്നെ ദാക്കു മഹാരാജ ഭയങ്കര വില്ലൻ, പോലീസ്. പക്ഷെ അയാളെ സപ്പോർട്ട് ചെയ്യണത് ആരെ? അപ്പൊ അത് വില്ലനാണ്. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഷൈൻചാട്ടിന്റെ ഒരു പ്രസൻസ് അവിടെ ചെല്ലുമ്പോ അത് ഞാൻ പറഞ്ഞു കേട്ടതാണ്. തെലുഗു ഇൻഡസ്ട്രി ആരാ തെലുങ്കുല് പറഞ്ഞത്? എങ്ങനെയാ പറഞ്ഞതെന്ന് പറഞ്ഞു. കറക്റ്റ് അറിയണോ? ഹിത്രിയില്ലേ, ഹിത്രി, അതിന്റെ പ്രൊമോഷൻ വന്നപ്പോ അവിടെ ഒരു ഹിത്രിക്ക് അത് നാനിയായിരുന്നു. നാനിയുടെ ചിത്രിയാന്നൊരു കുട്ടിയാണ്. HIT3 ഇത്രിയാ നാനിയുടെയാ? നാനിനായിട്ടല്ല ആദ്യത്തെ പടം ചെയ്തത്. ആ വില്ലത്തരം കൊണ്ട് പുള്ളി എന്നെ രണ്ടാമത്തെ പടത്തിൽ വിളിച്ചില്ല. വില്ലത്തരം കൂടിയോണ്ടല്ലേ. അത് ഡാഡിയും ഉവൈസും കൂടിയിട്ടാണ് പടക്കം ഇല്ലാതെയാക്കണം. ഉവൈസിനും മനസ്സിലാവില്ല, ഡാഡിക്കും മനസ്സിലാവില്ല. ഈ ബാലയ്യനായിട്ട് ഡാഡി, തെലുങ്ക് അറിയാത്ത ഡാഡി, മലയാളം അറിയാത്ത ബാലയ്യൻ. ഞാൻ നോക്കുമ്പോ 1 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുക. എന്താ സംസാരിച്ച? അപ്പൊ ലക്കി ചാമെന്ന് പറഞ്ഞതാ. ഓക്കെ. ബാലയ്യ നല്ല കക്ഷിയാ. ഇന്ന് ആരുടെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞ? മോഹൻലാലിന്റെ മെയ് 21. ഓക്കെ, അറിയാം. വിഷ് ചെയ്തോ ബർത്ത്ഡേ? വിഷ് ഫോട്ടോ ഇടണം, ടാഗ് ചെയ്യാം. ഫോട്ടോ എടുത്തിട്ടുണ്ടോ ഒരുമിച്ച്? ഇല്ല. പിന്നെ ആരുടെ ഫോട്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ട് ടാഗ് ചെയ്യും. അപ്പൊ ലാലേട്ടൻ അറിയൂല്ലോ, മെസ്സേജ് പോവല്ലോ. ഫോളോ ചെയ്യുന്നുണ്ടോ ലാലിനെ? എന്താ അക്കൗണ്ടിന്റെ പേര്, യൂസർ നെയിം? മോഹൻലാൽ. ഓക്കെ, അതന്നെ. എന്റെ ദൈവമേ. ഡാഡി ഒരു ചെറിയ പ്രൊഡ്യൂസറാണ്, അതുകൊണ്ടാണ് പറയണത്. നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്തിന്റെ പേരില്ല? പ്രൊട്ടക്ടറിന്റെ പേരില്ല. ഞാൻ ഈ പ്രൊട്ടക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് ഡയറക്ടർ സാർ പറയണം, നിങ്ങളും പറയണേ. നോർമലി ഡയറക്ടേഴ്സ് എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെന്റ് ഇടും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് മൂവീസ്, അതായത് ഹൊറർ അല്ലെങ്കിൽ ഇങ്ങനത്തെ മൂവീസിൽ. അതായത് ആക്ടേഴ്സിന്റെ കറക്റ്റ് ഒരു എക്സ്പ്രഷൻ കുറച്ചുകൂടി അവരറിയാതെ തന്നെ ഞങ്ങൾക്ക് വേണം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയും. അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഡയറക്ടേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങളല്ലേ ആക്ടേഴ്സ്. ഞങ്ങൾ അറിയാതെയല്ലേ ക്യാപ്ചർ ചെയ്യണം, അപ്പൊ പിന്നെ ഞങ്ങൾക്കറിയാം. നമ്മളെ സംബന്ധിച്ച് ഇത് എക്സ്ട്രാ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതിന്റെ ഒരു ആവശ്യതയില്ല. നമ്മളുടെ കൂടെ ഓൾറെഡി എക്സ്ട്രാ ഔട്ട്പുട്ട് തരുന്ന അല്ല, അത് റിയലി ഫാക്ട് ആണ്. ഞങ്ങളൊക്കെ പ്രൊഡ്യൂസറോട് ചോദിച്ചാൽ അറിയാം. പക്ഷെ എക്സ്ട്രാ സർപ്രൈസ് ഇട്ടുണ്ട്, താരാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇത് ചൈനീസ് റെസ്റ്റോറന്റിൽ ആരുമല്ല. കത്തിയുമായിട്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് നമ്മുടെ പ്രൊഡ്യൂസറിനോട് ചോദിച്ചാൽ തന്നെ അറിയാം. ഞാൻ കേക്ക് അതില് ഷൈൻ വേണമെന്ന് നിർബന്ധ ബുദ്ധിയാ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തായിരുന്നു. അല്ല, അത് ഞാൻ പറയാൻ വേണമെങ്കിൽ ഈ അവസാനം ഞാൻ പറഞ്ഞു വന്നത് ഈ ജോണറിലേക്ക് എത്തി. അവസാനം ഈ ചെയ്യാൻ അല്ലെങ്കിലും ഇത് കഴിഞ്ഞപ്പോൾ ഈ ഡയറക്ടറും കൺട്രോളറും ഷാജി കാവനാടാണ്. ഡയറക്ടറും കൺട്രോളറോ? ഷാജി കാവനാടാ പുള്ളിക്ക് പടം ഡയറക്ട് ചെയ്ത് അറിഞ്ഞില്ല. അല്ല, ഈ പടത്തിന്റെ അല്ല, ഈ ഡയറക്ടറിന്റെ അല്ല, കൺട്രോളർ. അപ്പൊ 4ാമത്തെ ഇന്റർവ്യൂലും പുള്ളിയുടെ പേര് പറഞ്ഞു. അപ്പൊ അതെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ ഇത് വായിച്ച് ഇതിന്റെ സിനോപ്സിസ് വായിച്ചു, അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴേ ഡയറക്ടർ പറഞ്ഞു ഇതിന്റെ ലീഡിങ് റോൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ ആള് ഷൈൻ ടോം ചാക്കോയാണ്, നാട്ടിൽ കിട്ടാവുന്ന ബെസ്റ്റ് ആള്. അപ്പൊ ഞാനും ഷൈൻ ടോം ചാക്കോയുടെ മറ്റു ചില സിനിമകളൊക്കെ കണ്ട് ഇന്റർവ്യൂസും
ചില ന്യൂസ് ഒക്കെ കേട്ടത്. എക്സാക്ട് അപ്പം വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം അത് ഇതിനൊക്കെ പറ്റിയ ആള് നല്ലതായിട്ട് അന്തരീക്ഷിച്ചു. അതിനാന്ന് തോന്നി. അപ്പൊ അതിനകത്ത് പിന്നെ ഞങ്ങൾക്ക് തർക്കങ്ങളും ചർച്ചകളുടെ ഒന്നും ആവശ്യം വന്നില്ല അന്നേരം തന്നെ. അപ്പം അന്നേരം ഞാൻ അന്നേരം എടുത്ത് ചോദിച്ചു അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടുമോ, അതൊക്കെ അന്നേരം നല്ല ഞാനാണെങ്കിൽ ഡേറ്റിംഗ് ചെയ്തോണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അന്നേരം പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു അത് കേട്ടില്ല. അപ്പം ഈ ഷാജി കാമനാട്ട് എന്ന കൺട്രോളറും കൺട്രോളറും ഈ ഷൈൻ ടോം ചാക്കോയുടെ ഡാഡി ആയിട്ട് നല്ല കണക്ഷനിലുള്ളത്. അപ്പൊ അല്ല അവര് അങ്ങനത്തെ കണക്ഷൻ അല്ല, അവര് തമ്മിൽ. അപ്പൊ അങ്ങനെ ആവുമ്പം പെട്ടെന്ന് നമുക്ക് ഡേറ്റ് മേടിക്കാം. അവര് 1 മണിക്കൂർ സംസാരിച്ചത് ഡാഡി പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലും ഷാജി കാമനാട് 6ാമത്തെ പ്രാവശ്യമായിട്ട് പേര് പറയണം കൺട്രോളർ. അങ്ങനെയാണ്. അപ്പൊ ക്രിസ്ത്യാനിയാണ് അല്ലേ? ആണോ? ഗുരുവായൂരപ്പാ ഇപ്പൊ ദൈവമാക്കി വീണ്ടും ദൈവം ഈശ്വരനും ഒന്നാ. അല്ല ഈശോയെ നാട്ടാ പറയണ ഇടയില്. ഈശ്വരാന്ന് അല്ല ഈശോയെ റിവൈൻഡ് അടിച്ച് നോക്കണം. ഈശോയെ പറഞ്ഞു, പിന്നെ ഗുരുവായൂരപ്പൻ പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടി പറയാം നമ്മുടെ നാട് വെച്ചിട്ട്. എന്റെ ദേവി. ഓക്കെ സോറി, ഞാൻ സോറി സാർ പറഞ്ഞു. ആരോട്? ദേവിനോടാണോ? അങ്ങനെ ഷൈൻ ഈ പറഞ്ഞ പോലെ ഷൈൻ്റെ ഡേറ്റ് കിട്ടുമെന്ന് ചോദിക്കുന്നു. അപ്പൊ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം കൺട്രോൾ ഓൾറെഡി സെലക്ട് ചെയ്തായിരുന്നു. അല്ലല്ല, കൺട്രോളെന്നേ പറയുള്ളൂ. ഇനി കൺട്രോളെന്നേ പറയുന്നുള്ളൂ. അപ്പൊ കൺട്രോൾ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം അദ്ദേഹം പറഞ്ഞു കൺട്രോൾ അവർ തമ്മിലുള്ള ബന്ധം വെച്ച് നമുക്ക് ഡേറ്റ് മേടിക്കാൻ കുഴപ്പമില്ല. അപ്പൊ ആദ്യം കഥ കേട്ട് ഇഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയിരുന്നു, കഥ പറയുന്നു, കഥ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് ചുരുക്കി പറയാം. അതുകൊണ്ടാണ് ഒരുപാട് വളർച്ച കിട്ടാതെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് കഥ കേൾക്കുന്നു. ഡാഡിയും കൂടിയാകേട്ടെന്ന് തോന്നുന്നു, ബ്രദറും ഉണ്ടായിരുന്നു തോന്നുന്നു. കഥ കേട്ടു, കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആണ് ഇതിന്റെ തുടക്കം ഈ സെലക്ട് ചെയ്യുന്നത് നായകനെ. ഇതില് ഡയാന എന്ന് പറഞ്ഞിട്ട്, അയ്യോ ഞാൻ അത് ആക്ട്രസ് അല്ലേ, ന്യൂ കമ്മർ ആണ്. പുള്ളിയുടെ സിസ്റ്ററുടെ മരുമകളാണ്. ഓക്കെ ഓക്കെ. അവര് അമേരിക്കയിലാണ് സെറ്റില്. പിന്നെ ചേട്ടന്റെ മോള് അഭിനയിച്ചിട്ട് എന്റെ വേറെ ബ്രദറിന്റെ മകളാണ്. നമ്മുടെ ലൊക്കേഷൻ ഒക്കെ ലൊക്കേഷൻ ഒക്കെ ഈ പഴയ തറവാട് പിടിങ്ങനത്തെയൊക്കെ നമ്മൾ വേറെ ഇത് കുമാരിയുടെ തറവാട്. വടക്കുന്നാഥനില് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്. ഓക്കെ. കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് എത്താത്തൊരു സ്ഥലം. കാസർഗോഡ് എത്ര ഓടിക്കണം വണ്ടി? ഞങ്ങൾക്ക് എളുപ്പം കണ്ണൂരിൽ നിന്ന് കാസർഗോഡ്. ട്രെയിനിലായിരിക്കും. അല്ല, കണ്ണൂരിൽ നിന്ന് കാസർഗോഡ്. ഞങ്ങൾ കണ്ണൂർ. അത് നിങ്ങൾ അമേരിക്കയിൽ നിന്നല്ലേ വരുന്നത്? അമേരിക്കയിൽ നിന്ന് കാഞ്ഞങ്ങാട് പെട്ടെന്ന് എത്തും. പെട്ടെന്ന് കാഞ്ഞങ്ങാടിക്ക് പോയ സമയം എടുക്കും. ഓക്കെ. ഞാൻ സുഖേരേട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. മാറ്റി നിർത്തി ചോദിക്കണ്ട, ഞാൻ ഡയറക്റ്റ് ചോദിക്കാം. ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് ഇദ്ദേഹം അല്ലേ? ആയിരുന്നു അല്ലേ? VRS കൊടുത്തു. അപ്പൊ ഞാൻ വോളണ്ടിയർ റിട്ടയർമെന്റ് സർവീസ് അല്ലേ? റിട്ടയർമെന്റ് സർവീസ്. ഓക്കെ. ഞാൻ ചോദിക്കാൻ വന്നത് വെച്ചാൽ അല്ല, അതായത് ഈ പല റോൾസിലും ഇപ്പൊ വില്ലൻ ആയിട്ടുണ്ട്, കോമഡി ഉണ്ട്, ക്യാരക്ടർ റോൾസ് ഉണ്ട്, എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. എനിക്ക് ചേട്ടനാ വരാൻ പോണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പല എക്സ്പ്രഷൻസും ഇങ്ങനെ മുഖത്ത് പെട്ടെന്ന് മിന്നി മാറി എന്ന് പറയാമല്ലോ നമ്മളിങ്ങനെ കാണുന്ന സിനിമയിലെ. അപ്പൊ ഈ കുട്ടികളൊക്കെ എന്തെങ്കിലും കളിയാക്കാറോ അല്ലെങ്കിൽ സാർ എന്തെങ്കിലും അങ്ങനത്തെ പരിപാടികളുണ്ടോ സ്കൂളിലൊക്കെ ചെല്ലുമ്പോ ശരിക്കും? അതോ പ്രിൻസിപ്പാളായി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നില്ലല്ലോ? കാണാറില്ലേ ചിലര് നമുക്ക് ഇഷ്ടം കൊണ്ട് വരാം. അങ്ങനെ സജീവമായിട്ടുണ്ടോ പടത്തില്? പ്രിൻസിപ്പളായ സമയത്ത് 13 വർഷത്തോളം പ്രിൻസിപ്പളായിട്ട് 20 വർഷം ഉണ്ടായിരുന്നു. 20 വർഷം ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇത്രയും പ്രിൻസിപ്പളായിട്ട് വരാനുണ്ടോ എനിക്ക് അറിയില്ല. 20 വർഷം പ്രിൻസിപ്പളായിരുന്നു. അത് ഞാൻ VRS ഇപ്പൊ കൊടുത്തത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുട്ടികളും ഞാനും കൂടെയുള്ള റിലേഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റുഡന്റ് റിലേഷൻ തന്നെയാണ്. ഐ ഗീവ് ദം ടൈം. അവർക്ക് ഒരു 0 പീരീഡ് എന്ന് പറഞ്ഞ പീരീഡ് പേടി അല്ലെങ്കിൽ പറ്റില്ല. പ്രിൻസിപ്പൽ ഗേൾസ് സ്കൂൾ. ഇപ്പൊ സിനിമാ നടനായതുകൊണ്ട് എല്ലാവരും പേടിപ്പിക്കാനും പറ്റില്ല. ഒന്നും പറ്റത്തുമില്ല. പേടിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറെ. പക്ഷെ ഞാൻ അടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല, വഴക്ക് പറയുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ ഇപ്പൊ പിള്ളേരെ അടിക്കാൻ പാടില്ലല്ലോ. അടിക്കാൻ പാടില്ല.
ചെല്ലങ്ങനൊക്കെ പക്ഷെ ചില ശാരദാംബരം ചാരുചന്ദ്രിക എന്ന് പറയുന്ന അത് കഴിഞ്ഞപ്പോ കുട്ടികൾ വന്നിട്ട് "സാർ, അത് കണ്ടു കൊള്ളാം നന്നായിരുന്നു." അങ്ങനെ അത് അവർക്ക് അവരുടെ കൺട്രോളിനപ്പുറം. ഹൈസ്കൂള് പ്ലസ് ടു വരെ ഉണ്ടോ? പ്ലസ് ടു വേറെ അല്ലല്ല, ഞാൻ പ്ലസ് ടുവിന്റെ ആയിരുന്നു. പ്രിൻസിപ്പൾ ആയിരുന്നു. ഓൺലി പ്ലസ് ടു ചാർജ്. മറ്റേ ഹെഡ് മാസ്റ്റർ ആണെന്നോ? അത് ഹെഡ് മാസ്റ്റർ. അതറിയില്ലേ? ഞാൻ വിക്കിപീഡിയയിൽ ഞാൻ വായിച്ചു. ഏത് ഹെഡ് മാസ്റ്റർ ആണോ 10ാം ക്ലാസ് വരെയുള്ള പറയാ? പ്ലസ് ടുവിനെയാണ് പ്രിൻസിപ്പാൾ പറയാ. അത് അല്ല, ഞാൻ പ്രിൻസിപ്പൾ ആണെന്നുള്ളത് വായിച്ചു. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ടീച്ചറാണ് അല്ലേ? ആ സ്കൂളിൽ തന്നെയാണോ? അല്ലല്ല, അല്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾ സ്വാധീനം ഉപയോഗിച്ചിട്ടാണെന്ന് ഇപ്പൊ പറയും. ടീച്ചർ എക്സ്ക്ലൂസീവ്. എക്സ്ക്ലൂസീവ്. ഇല്ല, മക്കളൊക്കെ മോന് MBA. MBA. ആരും ടീച്ചിങ്ങിലേക്ക് ഇല്ലല്ല, മോൻ MBA, മോള് ഡോക്ടർ. ടീച്ചിങ് ആരും വലിയ താല്പര്യമില്ല. വന്നില്ല, ആരും അങ്ങോട്ട് വന്നില്ല. പക്ഷെ ഞാൻ ഡോക്ടർ തന്നെയാവുള്ളൂ അല്ലേ? മോള് MBBS അല്ലേ പഠിക്കുന്നത്, അപ്പൊ ഡോക്ടറേ ആവുള്ളൂ. അല്ലെങ്കിൽ മോള് ഡോക്ടർ ആവുള്ളൂ. ഡോക്ടർ അല്ല, ഞാന് അതേന്നെ. അല്ല, മോൾ ഡോക്ടർ മകൻ സണ്ണു. ഞാൻ എന്താ ചോദിക്കാന്ന് വെച്ചാ, ഒരു ഇന്റർവ്യൂ ഞാൻ പറയുന്ന കേട്ടല്ലോ, മകന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമാണോ ചോദിക്കും? അല്ലല്ല, ഇത് ഞാൻ ചോദിക്കുന്ന ആള് ഈ ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു. ഏത് മകനാ? അല്ല, സുധീരൻ. ഓക്കെ. അതായത് അച്ഛൻ എപ്പോഴും ഉണ്ടായിരുന്നു ഒരു സ്ഥിര വരുമാനം വന്നിട്ടേ ഫിലിമിലേക്ക് വരാവുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇപ്പം കുറെ പേര് സിനിമയിൽ ആഗ്രഹിച്ച്, കൊച്ചി തന്നെ നമുക്കറിയാം, ആക്ടിങ് ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിലും വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോട് എന്താ ശരിക്കും പറയാനുള്ള? ഐ മീൻ, ഇത് നിർബന്ധം തന്നെയാണോ നിങ്ങൾക്ക് നിലനിൽപ്പിന് ഈ ഒരു കാര്യം? അല്ല, അങ്ങനെയൊന്നും അല്ല, ഞാനത് അങ്ങനെയല്ല പറയുന്നത്. ഒരു റിസ്ക് എടുക്കണ്ട എന്നൊരു ഭാവം, ഒരു മനോഭാവം അച്ഛനുണ്ടായിരുന്നു. അച്ഛനും പ്രോഡക്റ്റിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു. കമ്മീഷൻ പ്രൊമോഷൻ ആയപ്പോഴാണ് അച്ഛനും VRS എടുക്കുക തന്നെയായിരുന്നു. അപ്പോൾ ഈ വാസ് ഹാവിങ് എ സ്റ്റഡി ഇൻകം. ഈവൻ അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കാരണം സേഫാണ്. അപ്പോൾ അത് കാരണം എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതായിരിക്കാം. സേഫ്. പക്ഷെ സേഫ് ആയിരുന്നില്ല വീട്ടിലേക്ക്. ഒരു ആക്രമണം നേരിടേണ്ടി വന്നില്ലേ പോവാൻ? സൈഫ് അലി ഖാൻ. എന്റെ പൊന്ന്, നമ്മള് ബോളിവുഡ് വിട്ട് ബോളിവുഡിലെത്തി. അയ്യോ, അല്ല, റിസ്ക് എടുക്കേണ്ടത് റിസ്ക് എടുക്കണം. അത് നമ്മൾ കാരണം എന്താ വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ റിസ്ക് എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്കത് ചിലപ്പോ കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് സിനിമയെ സംബന്ധിച്ചാൽ അതിനൊരു പ്രത്യേക, ആണുങ്ങൾക്ക് ഇല്ലെങ്കിലും പെൺകുട്ടികൾക്ക് ഒരു കാലഘട്ടം ഉണ്ട് എന്തായാലും സിനിമയില്. അത് ആക്ടേഴ്സിന് കൂടുതൽ, ആക്ട്രസ് ആവാൻ വരുന്നവർക്ക്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഈ കല്യാണം കഴിഞ്ഞവർ എന്തിനാണ് അഭിനയം നിർത്തണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ടൊന്ന് പഠിച്ച് പഠനം ചെയ്യണം. ഷൈൻ ചേട്ടൻ എന്താണ് അതിനെ പറ്റി അഭിപ്രായം? നല്ല അഭിപ്രായമില്ല. ഞാൻ അല്ല, കല്യാണത്തിന് ശേഷം നിങ്ങൾ അഭിനയിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പടത്തിൽ പറയുന്നില്ലേ, നിങ്ങൾ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുമായി പ്രണയ ബന്ധത്തിലാവുക, കല്യാണം കഴിക്കുക, ഒരു വീടുണ്ടാക്കുക, കുട്ടികളാവുക, അല്ലേ? ആത്യന്തികമായിട്ട് ആണല്ല, പെണ്ണുങ്ങളുടെ കാര്യം പറയണ. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളുടെ കോൺസെപ്റ്റ് അതാണോ? എന്തൊക്കെയാണെങ്കിലും അല്ല, എന്തായാലും ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും ഈ ഒരു ചെയിൻ തന്നെയാണല്ലോ. അല്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല. വിച്ഛേദിക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ് ഇത്, ഒരു സ്ത്രീ പുരുഷ ബന്ധം. എന്നാൽ ആ വിച്ഛേദിക്കാൻ പറ്റുന്ന ബന്ധത്തിൽ നിന്നാണ് എല്ലാ ബന്ധങ്ങളും ഉണ്ടാവുന്നതെന്ന് ആരാ പറഞ്ഞെന്നറിയോ? മമ്മൂക്ക. എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലായ? വേറൊരു ബന്ധവും ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അച്ഛനും മോനുമായിട്ടുള്ള ബന്ധം ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. വേറൊരു ബന്ധവും ഡിവോഴ്സ് ചെയ്യാൻ പറ്റുന്നത് ഏത് മാത്രമാണ്? പക്ഷെ ആ ബന്ധത്തിൽ നിന്നാണ് ഈ ബാക്കി എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത്. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? മമ്മൂക്ക പറഞ്ഞത് ശരിയാണ്. ആര്? മമ്മൂക്ക പറഞ്ഞത് ശരിയാണ്. ഓക്കെ. ത്രൂ ഔട്ട് ഇന്റർവ്യൂ എന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ടെസ്റ്റ് ചെയ്യായിരുന്നു ഷൈൻ ചേട്ടൻ. ഞാൻ കണ്ടതൊക്കെ ഓർമ്മയുണ്ടോന്ന് ഞാൻ തന്നെ ഒന്ന് ആലോചിച്ചു. നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും സ്വന്തമായിട്ട് ആലോചിച്ച് അത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. വലിയൊരു തോട്ടാണല്ലോ.
ഞാൻ പറഞ്ഞത് പ്രൊട്ടക്ടറിനെ ഓക്കെ പറ്റി ഒരു കാര്യം, ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് പ്രൊട്ടക്ടറിനെ പറ്റിയിട്ട് പ്രൊമോഷനാണ്. പ്രൊമോഷൻ അപ്പൊ അതിലേക്ക് വീണ്ടും വന്നില്ലേ? ഞാൻ ഇതിന്റെ ഇടയിൽ പ്രൊട്ടക്ടറിനെ പറ്റി ഒരു ത്രില്ലർ ഹൊറർ ത്രില്ലർ മൂവിയുടെ കഥയെ പറ്റി ഇതൊന്നും നമുക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. ട്രൂ നമുക്ക് സസ്പെൻസ് പോകും എന്നുള്ളത് അല്ല, എന്തെങ്കിലുമൊക്കെ സസ്പെൻസ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പോകും എന്നുള്ളത് കൊണ്ട് മൂവിനെ പറ്റി ഒത്തിരി പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ വന്ന ഷൈൻ ചേട്ടാ ഇതാണ്, അതായത് ഈ ഒരു ഹൊറർ ത്രില്ലർ മൂവിക്കകത്ത് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ BGM മ്യൂസിക്കിനും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. എപ്പോഴും അതും കൂടി വന്നു കഴിയുമ്പോഴേ നമുക്ക് ഒരു പൂർണ്ണമായിട്ടൊരു എഫക്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക് ആൻഡ് BGM മീൻസ് പറയാനുണ്ടെങ്കിൽ? അതെ, നമ്മുടെ ഈ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഒരു പടത്തിന്റെ ഒരു സ്ട്രക്ചർ ആയാൽ തന്നെ അതിന്റെ ഒരു പൂർണ്ണത വരുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജോണർ പടത്തിന് എഫക്ട്സ് ആൻഡ് റീ റെക്കോർഡിംഗ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ റീ റെക്കോർഡിംഗ് ചെയ്യുന്നത് സെജോ ജോൺ എന്നും പറഞ്ഞ ആളാണ്. നമ്മുടെ മെമ്മറീസ് അങ്ങനെ കേട്ടിട്ടുണ്ടോ? ജിത്തു ജോസഫിന്റെ 3-4 പടം ചെയ്തതാണ് അദ്ദേഹം. അതിന്റെ A to Z റീ റെക്കോർഡിംഗ് ചെയ്തിരിക്കുന്നത് നമ്മൾ പടത്തിന്റെ ടൈറ്റിൽ വന്ന് പടം തീരുന്നോടം വരെ, അഫ്കോഴ്സ് ഇന്റർവെല്ലിന് ഒരു ബ്രേക്ക് വരും, പക്ഷെ അത് കഴിഞ്ഞ് പടം തീരുന്നോടം വരെ ഉണ്ട്. ഒരു ഓൾറെഡി ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതി കൂടെയാണ് ഇത് വരുന്നത്. മ്യൂസിക് അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പടം തിയേറ്ററിൽ കാണണം.